ഈ കുണുകുണു അടിക്കണത്? എന്റെയാ. ഇതിന് മാത്രം എന്തോ ശബ്ദം വരുന്നത്? ആര് വിളിക്കണത്? മെസ്സേജ് വരുന്നതാ. നമ്മുടെ ഫോണിൽ ഇത്രയൊന്നും മെസ്സേജ് വരുന്നില്ലല്ലോ. ഇതിന് മാത്രം ആര് മെസ്സേജ് അയക്കണേ? നാത്തൂന്റെ ഫോണിൽ വരുന്ന മെസ്സേജ് പോലാണ് എന്റെ ഫോണിൽ വരുന്ന മെസ്സേജ്. എനിക്ക് വീട്ടിലിരിക്കുന്നോണ്ട് സമാധാനമുണ്ട്. എന്റെ ഫോണിലേക്ക് ആരും മെസ്സേജ് അയക്കണം എനിക്ക് ഇഷ്ടമല്ല. വന്നേക്കുന്നു. ഭയങ്കര സൗഹൃദ സംഭാഷണമായിരുന്നു. അല്ല നിങ്ങളെന്തോ ഒരു ഉന്നതതല ചർച്ച. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല മനുഷ്യ. അയ്യോ പറ, എങ്ങനെ മനസ്സിട്ട് വിഷമിപ്പിക്കണം. കാര്യം പറ. ഒന്നുമില്ല, എന്റെ ഫോണിൽ ഇങ്ങനെ കുടുകുടൂന്ന് മെസ്സേജ് വരുന്ന നാത്തൂന് ഭയങ്കര സംശയം. അല്ലാതെ എടുത്ത് നോക്കിയാ പോരെ. എനിക്ക് എന്താ സംശയം എന്റെ ഫോണിൽ മെസ്സേജ് വരണേ? സംശയം വളച്ചൊടിക്കലുണ്ടാ കാര്യങ്ങൾ. എന്താ സംഭവം? എന്തെന്ന് കുറെ നേരം ചൊറിയാൻ തുടങ്ങിയിട്ട് ആ ഫോണിൽ കുടുകുണാ മെസ്സേജ് വരുന്നു. മൊബൈൽ നോക്കിയാ പോരാ. ആ നോക്കിയാ പോരെ. എനിക്ക് എന്നാ സമയം, ഞാൻ ഒരു ജോലിയിലല്ലേ. നല്ല ജോലി കൊള്ളാം മാമ. മാമ ഇതൊക്കെ മോശമാണ്. ഭാര്യയുടെ മൊബൈൽ എടുത്ത്, അതും കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമൊക്കെ ആയതേ ഉള്ളൂ അല്ലേ? അല്ലേ എടി എന്റെ ഭാര്യയുടെ മെസ്സേജ് അല്ലേ നോക്കുന്നത്, വേറെ ആരുടെയും ഭാര്യയുടെ മെസ്സേജ് അല്ലല്ലോ ഞാൻ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് പോലെ ഞാൻ നോക്കുന്നുണ്ട്. നോക്കിക്കോ. നിങ്ങൾ ഫോട്ടോസ് ഒക്കെ വന്ന് കല്യാണ ഫോട്ടോ നമ്മൾ അന്ന് എടുത്തല്ലേ, ചുരുക്കാരൻ അയച്ചാ. വിളിച്ച ചീത്ത വിളിച്ചില്ലേ, അതിന്റെ റിസൾട്ടാ. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലോ, സുന്ദരനാ. ഇതെന്താ ഒരു മറ്റേ ചിക്കൻ തിന്നിട്ട് പല്ലിന്റെ ഇടയിൽ നിന്ന് കുത്തിയെടുക്കണ സ്ഥിരമുള്ള ഭാവല്ലേ. നീ അത് ഇങ്ങനെ നിക്കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിക്കണ്ടായിരുന്നു. അല്ല ഇതേ അവനെന്താ എന്റെ നമ്പറിലേക്ക് അയക്കാഞ്ഞത്? എന്റെ മൊബൈലിലോട്ട് എന്താ? അയ്യോ എന്തായാലും ഫോട്ടോസ് കിട്ടിയില്ലേ. ഇനി അതിന്റെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ല, പച്ചക്കകത്ത് വട്ടത്തിൽ ചിരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു പടമുള്ളതല്ലേ, അത് പണ്ടുണ്ടായിരുന്ന ഞാനിപ്പോ ഉപയോഗിക്കാറില്ല. കൊള്ളാം. അപ്പൊ ജിമെയിൽ ഉണ്ടോ? ഇമെയിൽ എന്റെ ചേട്ടാ അതൊന്നും ഇഷ്ടമല്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് അവരെങ്ങനെ ഫോട്ടോ അയച്ചു തരുമെന്നാണ് മാമൻ പറഞ്ഞു പറഞ്ഞത്. അതൊക്കെ വേണോ ഫോട്ടോ അയക്കാൻ? പിന്നെ കത്തയക്കാൻ പറ്റുമോ? എന്നാ അയ്യോ ആണോ? അങ്ങനെയാണല്ലേ. ഇടി വേറെ ഒരു സാധനം ഞാൻ ഈ അടുത്ത സമയത്ത് എന്റെ കൂട്ടുകാരുടെ കയ്യിലെല്ലാം ഉണ്ടടി. ഭയങ്കര രസമാണെന്നാ പറയുന്നത്. അതിനകത്ത് ഓരോന്ന് നമ്മള് ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ചീത്ത വിളിക്കും. അതുപോലെ നമുക്ക് വല്ലോനെയൊക്കെ കയറി ചീത്ത വിളിക്കാം. ഫേസ് ഫേസ് എന്നെന്തോ ആണ് അതിന്റെ പേര്. ഫേസ്ബുക്ക്. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ, എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു അടുപ്പമില്ല. നല്ല കാര്യമാണ് ചേട്ടാ, അതില്ലാതിരിക്കണാണ് നല്ലത്. അത് അത്ര വെടിപ്പില്ലാത്തൊരു സാധനമാണെന്നേ. പിന്നെ ഇപ്പോഴത്തെ തലമുറ മൊത്തം നശിച്ചു പോണത് എങ്ങനെയാ? ഈ സോഷ്യൽ മീഡിയ കാരണം തന്നെ. അല്ല എന്നാ എന്റെ കൂട്ടുകാരന്മാർക്കുണ്ടല്ലോ. നമ്മളെ ആ തലമുറ അല്ലല്ലോ, പഴയ തലമുറയല്ലേ. അതെ, തലമുറയുടെ വ്യത്യാസമൊന്നുമില്ല, പ്രായം ഒന്നും നോക്കണ്ട. എല്ലാ ആൾക്കാർക്കും അതിനകത്ത് നിന്ന് പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ. പേപ്പറിൽ നിന്ന് വായിക്കാറില്ലേ? അല്ല ഭയങ്കര രസമാന്നാ പറയുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാലേ നമുക്ക് ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാവുന്ന, ഒന്നും ചെയ്യത്തില്ലെന്ന്. ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമൊന്നല്ല അത്. എനിക്കതൊന്ന് അതിനൊന്ന് ശരിയാക്കി തരൂ, ഒന്ന് വാങ്ങിച്ചു തരൂ. അല്ല ഈ ഞാൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ദിവാര മാമനില്ലേ, മാമന്റെ ഒരു കട ഉണ്ടല്ലോ, അവിടെ പോയി മേടിച്ചത് നല്ല നോക്കി മേടിച്ചു. എത്ര? 50 രൂപയോ? അടിച്ചുണ്ടല്ലോ. എന്റെ മാക്കും എനിക്കുണ്ടല്ലോ ഫേസ്ബുക്ക്. നിനക്കുണ്ടായിരുന്നു? ആ ഞാൻ 2011 തുടങ്ങിയതാ. ഫേസ്ബുക്ക് ഉണ്ട്. എന്തായാലും വേണം. ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാൻ മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്ത്. എനിക്ക് ഇത് ഇപ്പൊ മറ്റേ വാട്സപ്പ് ഉണ്ടല്ലോ ചിരിച്ചോണ്ടിരിക്കുന്നത്, അതും ഇപ്പൊ ഞാൻ ഒരുപാട് കാലമായി വർക്ക് ചെയ്യിച്ചിട്ടേ. അത് വർക്കിംഗ് ആണോ നോക്കണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്കും, ഇത് രണ്ടും എല്ലാം കൂടെ എനിക്ക് കംപ്ലീറ്റ്, എനിക്ക് വലിയ കൊതി ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാനേ. കേറി പറ്റുമ്പോ എല്ലാ കൊതിയും മാറിക്കോളും. ചെറിയൊരു ആഗ്രഹം പറഞ്ഞല്ലേ, നീ ചെയ്ത് കൊടുക്ക. ശരി, പോയിട്ട് വരാം. നാശത്തിലേക്കുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം മൊത്തം നീ അതിന്റെ അടിമയായി. ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യണേ. കളരിന്ന് എഴുതണേ, കളരി കുരുക്കളിന്ന് എഴുതണം. നല്ല ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഇതിനകത്തുണ്ട്, നല്ല ഫോട്ടോ ഉണ്ട്, നല്ല സൂപ്പർ ഫോട്ടോ ഉണ്ട്. ഏത് ഫോട്ടോ?
മാമൻ ആ വാളും പരിചയം കൂടെ പിടിച്ചോണ്ടിരിക്കുന്നേ. ഏതാ കളരി ഫോട്ടോ ആടി. അയ്യോ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. അയ്യോ കോമഡി അല്ല അത് ഗ്ലാമർ ഫോട്ടോ അത്. ആൾക്കാർ തിരിച്ചറിയത് എന്നെ. നീ അതിട്. നന്നായിരിക്കും. മാമൻ പറഞ്ഞോണ്ട് മാത്രം. നല്ല ഫോട്ടോയാ. സെറ്റായോ? ഇനിയിപ്പോ എന്തോ ചെയ്യണം? ഇനിയിപ്പം മാമന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങോട്ട് വരും. മാമന് അറിയാന്നുള്ള ആൾക്കാരൊക്കെ മാമന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ കാണുമ്പോ അക്കൗണ്ട് കാണുമ്പം ഇങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് വരും. ഇതൊക്കെ ഇതെന്താ ഈ പുള്ളി അറിയോ? അയ്യോ അവനെന്റെ കൂടെ പഠിച്ചിരുന്നവനാ. ഇവൻ ഈ പരുവായോ? അങ്ങനെയല്ല, ഇതിൽ ഈ നീല കളർ ബട്ടൺ കണ്ടോ? അതില് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് അക്സെപ്റ്റ്. അതിലമർത്തണം. അമർത്തട്ടെ? അല്ല അവനെ ഇതിനകം എനിക്ക് റിക്വസ്റ്റ് അയച്ചോ? ഓ അതൊക്കെ പെട്ടെന്ന് വരും. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോ തന്നെ വേറെ കൊറേ. എടി അവൻ അങ്ങ് ബോംബെ ജോലിയാ. അവൻ എത്ര പെട്ടെന്ന് കണ്ടോ? ഞെക്കട്ടെ? കണ്ടാ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയി. ഇത്രേ ഉള്ളു കാര്യം. ഇത്രേ ഉള്ളു. പിന്നെ മാമന് ചിലപ്പോ വേറെ അറിയാന്നുള്ള ആൾക്കാരുടെ റിക്വസ്റ്റുകൾ ഒരുപാട് വരും. പിന്നെ ഈ സജഷൻസ് വരും. ഇപ്പൊ അറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും കുറച്ച് പേരെ. വേറെ ആൾക്കാരെ കാണിക്കും. അപ്പൊ അവര് മാമന് അറിയാമെങ്കിൽ മാമ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കണം. അറിയാൻ വയ്യാത്തവരെ നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കാം. പക്ഷെ അറിയാന്നുള്ളവരാക്കണേ നല്ലത്. അറിയാൻ വയ്യാത്തവരെയും ഫ്രണ്ട് ആക്കണം. അങ്ങനെ ആക്കാം. കാരണം അത്രയും കുറച്ചു പേരല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. ഒരുപാട് പേര് അറിയാത്തവരില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ മാമ ഇതൊക്കെ ഇരുന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ. ഉണ്ട്. പിന്നെ ഇത് ഞെക്കണ്ടായോ? ഫ്രണ്ടായി. രണ്ടുപേരായി. ആഹാ മഴ. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. കൊറേ നേരമായല്ലോ ഓണം കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എടി അതെ, എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ 141 ഫ്രണ്ട്സ് ആയി. വലിയ കാര്യം തന്നെ ഇത്. എടി ഇതിനകത്തെ ഫ്രണ്ട്സ് എന്ന് പറയാനുണ്ടല്ലോ, സൗഹൃദം എന്ന് പറഞ്ഞാൽ ശരിക്കും രക്തബന്ധത്തിനെക്കാട്ടി വലുതാ. അതായത് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഇടപെടണം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരിടപെടും. അങ്ങനെ മൊത്തത്തിലൊരു കൊളാബറേഷൻ. കൊളാബറേഷൻ ചെയ്ത് അവിടെ കിടന്നോ? ഫ്രണ്ട്സായി. എന്തെങ്കിലുമൊക്കെ ചെയ്യാ. ലൈറ്റ് ഒന്നാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു. എടി ലൈറ്റ് അണച്ചിട്ട് ഇത് നോക്കി മൊബൈൽ നോക്കി കഴിഞ്ഞാലേ കണ്ണിന്റെ ഫീസ് അടിച്ചു പോകും. ഉറങ്ങണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നീ കിടന്നു, ഞാൻ ലൈറ്റ് അണയ്ക്കാം. ഞാൻ പുറത്തെങ്ങാനും ഇരുന്ന് നോക്കിയോളാം. കൊറേ നേരം അതും കുത്തിപ്പിടിച്ചോണ്ടിരിക്കണ്ട, കണ്ണൊക്കെ അടിച്ചു പോകും. ഒരു 250 ഫ്രണ്ട്സ് എങ്കിലും ആകണേ ദൈവമേ. സമാധാനമായിട്ട് ഇരുന്ന് ഫേസ്ബുക്ക് നോക്കാം. പുതിയ ഫ്രണ്ട്സ് റിക്വസ്റ്റ്. മല്ലിക മുഖർജി. ഉത്തരേന്ത്യക്കാരിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ്. ചിലപ്പോ എന്റെ കളരി വല്ലതും കണ്ടു കാണും അവര്. ഉണ്ടായി. ദാ വന്നു. ഹായ് ഡിയർ. ഉറപ്പാ എന്റെ കളരി കണ്ടു കാണും മല്ലിക മുഖർജി. അല്ല, എന്നെ അങ്ങനെ ഡിയർ ഒന്നും കയറി വിളിക്കത്തില്ല. അപ്പൊ ഒന്ന് അങ്ങോട്ട് കൊടുക്കാം. ഹായ് ഡിയർ. Can you give your വാട്സപ്പ് നമ്പർ ചോദിച്ചേക്കുക, കൊടുക്കാം. കിട്ടി. മുഖർജി
മുഖർജി വാട്സപ്പിൽ വന്ന് ക്യാൻ വി ഹാവ് എ വീഡിയോ കാളോ? അയ്യോ ഓക്കെ. വീഡിയോ കാൾ. हेलो हाय मल्लिका मुखर्जी, मैं मणिकुटन बोल रहा हूँ. मल्लिका मुखर्जी, मैं മണിക്കുട്ടൻ ബോൾ रहा हूँ. ഒന്നും കാണുന്നില്ല, എന്റെ മോൻ തന്നെ ആണല്ലോ കാണുന്നത്. വരുമായിരിക്കും. അയ്യോ, ഒരു വീഡിയോ അയച്ചേക്കുന്നു. വീഡിയോ मल्लिका मुखर्जी, ये वीडियो मेरा नहीं लड़की, दैट लड़की मेरा लड़की नहीं. അയ്യോ, ഇത് പച്ചക്കറി വീഡിയോ ആണല്ലോ ഇത്. ഞാനല്ല അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ഞാൻ അത്തരക്കാരനല്ല. മേം അത്തരക്കാരനഹീ മല്ലികാജി. ഞാൻ 1 lakh rupees, 1 ലക്ഷം രൂപ തരണമെന്നോ? नहीं तो व्हाट्सएप और फेसबुक में ഇടരുത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്നും ഇടരുത്. 1 ലക്ഷം രൂപ എന്റെ കയ്യിലില്ല മല്ലിക മുഖർജി. ചതിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചതിക്കരുത് മുഖർജി. ക്യാ കർത്താ ഹേ മുഖർജി. ഞാനിപ്പോ ശ്രീകുട്ടിയോട് എന്താ പറയും, പിള്ളേരോട് എന്താ പറയും? മുഖർജി നഹീം പോയി. മോളെ കണ്ണുണ്ടോ? ഒരു അത്യാവശ്യം. എന്റെ പൊന്നു മാമ, എനിക്ക് ഉറക്കം പറഞ്ഞ എന്തിനു വിളിച്ചേ? ഒരു പ്രശ്നമുണ്ട് മോളെ ഫേസ്ബുക്കില്. ഓ മാമ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നാളെ പരിഹരിക്കാം. എനിക്ക് ഉറക്കം പറഞ്ഞ ഞാൻ പോട്ടെ. എന്റെ ഒരു ജീവൻ മരണ പോരാട്ടമായത്. ജീവൻ മരണ പോരാട്ടോ എന്ന് വെച്ചാ ഞാൻ ഫേസ്ബുക്കിൽ ചേർന്നായിരുന്നല്ലോ. എന്റെ പൊന്നു മാമ, ഈ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ റിക്വസ്റ്റ് എന്തിനു മാമ അക്സെപ്റ്റ് ചെയ്യണേ? അറിയാൻ വയ്യാത്ത ആളല്ല മല്ലിക മുഖർജി. എന്റെ കൂടെ പറയിപ്പിക്കില്ലോ മാമ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവിടെയാ? എന്റെ വീട്ടിലൊന്നും പറ്റില്ല ആത്മഹത്യ. അല്ലെങ്കിൽ തന്നെ മാമ ആത്മഹത്യ ചെയ്തിട്ട് എന്തിനാണ്? അല്ല, അതെ, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരെ പേടിപ്പിച്ചാലോ? ഇവരെങ്ങനെ പേടിക്കുന്നത് മാമ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്? അങ്ങനെയാണേലും ഈ 1 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 10,000-ൽ ഒതുക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാനാ? എന്നെ കൂടെ ഇതിനകത്ത് വലിച്ചഴിക്കാനുള്ള പരിപാടിയല്ലേ കൊള്ളാം. അയ്യോ, അതിനല്ലടി, 10,000 രൂപയ്ക്ക് പറ്റുമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ പൊന്നു മാമ, അവര് പൈസ 10,000 രൂപ മേടിച്ചിട്ട് വീണ്ടും ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ചോദിച്ചാലോ? അപ്പോഴേ മണിക്കുട്ടനാശാന്റെ തനിയറം പുറത്ത് ഞാൻ വാളുമായിട്ട് ചെല്ലുപടി. മാമ അപ്പ വാളുമായിട്ട് ചെല്ലും അല്ലേ? എന്നാ മാമ ഇപ്പൊ അങ്ങോട്ട് വാളുമായിട്ട് ചെല്ലണം എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാ? എനിക്ക് വയ്യ, നീ എന്തെങ്കിലും മാർഗം പറഞ്ഞു. മാമ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു നോക്ക്. എന്തോ നീ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. ടൈപ്പൊക്കെ ചെയ്യാം മാമ. മാമിനൊരു ഇമേജ് ഉണ്ടല്ലോ. ഉണ്ട്. ഒരു പടം വന്നിട്ടുണ്ട്. അവൻ്റെ അല്ല, മാമിക്കേ ഈ വീഡിയോ അയച്ചു കൊടുക്കും എന്ന് അവര് കാണിച്ചുകൊണ്ടൊരു
സ്ക്രീൻഷോട്ട്. ഓ അതാണോ? അതൊന്നും കുഴപ്പമില്ല. ഏത് മാമിക്കെന്നാ? ഏത് മാമിക്കാ? മാമന്റെ ഭാര്യക്ക്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ടെന്ന് പറ, വേണ്ടെന്ന് പറ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക്. കോവിലാലിന്റെ കുഞ്ഞു പെരുമോള്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണേ. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ 11 മണി വരെ സമയം ചോദിക്കാം. 11 മണിക്ക് ബാങ്ക് തുറക്കുള്ളൂ, അപ്പോഴേ കാശ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇങ്ങനെ ഇരിക്കണേ. എന്റെ കൈ വരയ്ക്കുന്നടി, നീ ടൈപ്പ് ചെയ്യേ. ഒപ്പിച്ചു വെക്കും ദൈവമേ. അയച്ചിട്ടുണ്ട്. നാളെ 11 മണിക്ക്. നാളെ 11 മണിക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ഇനി ഫേസ്ബുക്കിലൊന്നും കേറാൻ നിൽക്കരുത്. എടി, ഇനി ഫേസ്ബുക്കിൽ നിന്നുള്ളതല്ല, ഒരിടത്തും ഞാൻ കയറത്തില്ല. വീട്ടിലൊഴിച്ച് വേറെ ഒരിടത്തും ഞാൻ കയറത്തില്ല. എനിക്ക് ഏത് സമയത്ത് എന്തായാലും ഫേസ്ബുക്ക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ എന്നെ പറഞ്ഞാൽ മതി. പോ. രാവിലെ കാണണേ. ഓ 11 മണിക്കാവും 1 ലക്ഷം രൂപ കൊടുക്കണം. എന്റെ മല്ലിക മുഖർജി. ഇതാര് സിനിമ സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം നമ്മളൊന്നും മൈൻഡ് ഒന്നും ഇല്ല കേട്ടാ. ശവത്തെ കുത്തരുത്. നീ ഒറ്റ ഒരുത്തി എന്നെ ഈ കുഴി കൊണ്ടും ചാടിച്ചത്. ഞാൻ എന്തോ ചെയ്തു മാമ? നീ എന്തോ ചെയ്തെന്നോ? മാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞ രാത്രി ഓരോ പെമ്പിള്ളേർ വീഡിയോ കോൾ ചെയ്യേ. പെമ്പിള്ളാരല്ല, മല്ലിക മുഖർജി. മല്ലിക എന്നെ കൊണ്ടൊന്ന് പറയാ. പിന്നെ മെസ്സേജ് അയച്ചാ? പിന്നെ മെസ്സേജ് ഒന്നും വന്നില്ല. നീ എന്തേ പോണു? 11 മണിക്ക് ഞാൻ കാശ് കൊടുത്തില്ലേ എന്റെ പടം റിലീസ് ചെയ്യുമെന്നാ മല്ലിക മുഖർജി പറഞ്ഞേക്കുന്നത്. OTT റിലീസ്. 1 ലക്ഷം രൂപ എവിടുന്നെങ്കിലും ഒപ്പിച്ച് ഞാൻ മല്ലിക മുഖർജിക്ക് കൊടുത്തത് ഇന്ന് തടിയൂരും. പൈസ കൊടുക്കുന്ന ആപത്താണ് മാമ. ഒരാപത്തും ഇല്ലടി. ആരെന്ന ഞാനല്ലേ, നീ അല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. ശ്രീകുവിന്റെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ അവള് PF കടമെടുത്തതാ. അക്കൗണ്ടിൽ അതിന് പോയി മോഷ്ടിക്കോ? മോഷ്ടിക്കുകയല്ല, അവനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് 1 ലക്ഷം രൂപ അടിച്ചു മാറ്റി മല്ലിക മുഖർജിക്ക് കൊടുത്ത് ഞാൻ ഇത് 100. എന്താ മല്ലിക അല്ല ശ്രീകുട്ടി. ഓ, കണ്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഭയങ്കര വായനയെന്ന്. കഴിഞ്ഞ 1.5 മണിക്കൂറിൽ ഒരു പേജ് പോലും വായിച്ച് തീർത്തില്ല. നമുക്കല്ലേ അറിയുള്ളൂ. ബുക്കിന്റെ ഭംഗി നോക്കുമായിരിക്കും അല്ലേ? നാത്തൂനെ ഭയങ്കര വിഷമാണെങ്കിൽ ഇതിരുന്ന് വായിക്കും. എനിക്ക് എന്തോ വിഷമം, കാണിച്ചോ, പ്രഹസനം നടക്കട്ടെ. എനിക്കങ്ങ് വേണ്ട. എന്തുവാണ് സംഭവിക്കുന്നത്? വല്ല കഥകളി നടന്നോ? എന്താ ഏട്ടാ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല ശ്രീകു. എന്തോ ഒരു മാതിരി ഇരിക്കുന്നല്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഞാൻ തികച്ചും സന്തോഷവാനാ. കരഞ്ഞോണ്ടാണോ പറയുന്നത്? സത്യം പറ, എന്താ മുഖത്ത് മൊത്തത്തിൽ ഒരു അവലക്ഷണം? എന്റെ മുഖത്ത് എന്താ ഒരു കള്ളലക്ഷണം പോലെ? സത്യം ഇല്ലേ? ഒരു കള്ളലക്ഷണവും ഇല്ല എനിക്ക്. മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ആക്കോ, എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്താണ് എന്തെല്ലോ നീ തുറന്നു പറഞ്ഞൂടെ എന്നോട്? ഞാൻ പറയാം. നീ രത്നാകരന്റെ 1 ലക്ഷം രൂപ കടം ചോദിച്ചു. പിടിക്കപ്പെട്ടു. രത്നമ്മയാ? രത്നമ്മയല്ല, രത്നാകരന്റെ 1 ലക്ഷം രൂപ കടം ചോദിച്ചാ. ഏത് പിടിക്കപ്പെട്ടല്ലേ? രത്നാകരനോ? ആ രത്നാകരന്റെ അടുത്ത് 1 ലക്ഷം രൂപ ഞാൻ ചോദിച്ചായിരുന്നു മാമ. എന്തിന്? അതെന്താണെന്നറിയോ? അതായത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവർക്ക് നമ്മളോട് ആത്മാർത്ഥത ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മള് ഒരു പരീക്ഷണം നടത്തുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചു. അയാൾ തരുവോ തരത്തില്ലയോ എന്ന് അറിയാൻ. പക്ഷെ അയാൾ തന്നില്ല. അല്ലേ, കള്ളത്തരം കാണിക്കാൻ അറിയാം, പക്ഷെ നിക്കാൻ അറിഞ്ഞൂടാ. എന്താന്ന് വെച്ചാ തുറന്നു പറ. എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയല്ലാത്താണോ കരഞ്ഞതുപോലെ നിക്കുന്നേ? കാര്യം ഉണ്ടെങ്കിൽ പറ. പുറത്തു പറയാൻ പാടില്ലാത്ത പോലെ സംഭവമാണോ? ഒന്നുമല്ല, എനിക്ക് അറിഞ്ഞൂടാ. രോഗമാണോ? അറിഞ്ഞൂടെ? ഡിപ്രഷൻ വല്ലതാണോ? ഇനി ഞാൻ പറയാം. എന്ത് പറയുന്നത് ശരിയാവില്ല. എന്തുവാ? മാമനെ വഴക്കൊന്നും പറയില്ല. ഇല്ല, നീ പറ. പറയടി കാര്യം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ
മാമന് ഇന്നലെ ഒരു വീഡിയോ കോൾ വന്നു, ഏതോ ഒരു ഹിന്ദിക്കാരി പെണ്ണിന്റെ. മാമ ഏതോ ഒരു ഹിന്ദിക്കാരിയല്ല, പിന്നെ മല്ലിക മുഖർജി. എന്നിട്ട് ആയിക്കോട്ടെ പറ. മല്ലിക മുഖർജിയുടെ വീഡിയോ കോൾ ഫേസ്ബുക്കിൽ വന്ന്. ഫേസ്ബുക്കിലല്ല, വാട്സപ്പില്. വാട്സപ്പിൽ വന്ന്. അപ്പൊ മാമൻ കോൾ എടുത്തു. കോൾ എടുത്തിട്ട് സംസാരിച്ചൊന്നുമില്ല, അപ്പോഴേക്കും കട്ടായി. അപ്പൊ ഈ നമ്പറിൽ നിന്ന് തന്നെ മാമന്റെ വാട്സപ്പിലോട്ട് കുറച്ച് വീഡിയോസ് വന്ന്. വീഡിയോസോ? എന്ത് വീഡിയോ? ഈ ഫേക്ക് വീഡിയോസ് എന്നുവെച്ചാ ഇപ്പൊ മാമ ഉള്ളപ്പോ ഞാൻ മാമിയുടെ അടുത്ത് അതപ്പോ എങ്ങനെ നിനക്ക് ഇത്രയും പറയാമെങ്കിൽ ബാക്കി പറഞ്ഞൂടെ? ഈ മാമന്റെ മുഖമൊക്കെ മോർഫ് ചെയ്തിട്ട് അടൽ സൊള്ളിയാ? അയ്യേ. ഓ, എന്റെ ശ്രീകു മുഖം മാത്രമേ ഉള്ളു എന്റെ, ബാക്കി ഒന്നും എന്റെ അല്ല. എന്നിട്ട് അവര് പറഞ്ഞു ഈ വീഡിയോസും ഒക്കെ ഞാൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കാണിക്കും, അങ്ങനെ കാണിക്കരുത് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അവർക്ക് അക്കൗണ്ട് അയച്ചു കൊടുക്കും. ഭീഷണി. അത് മാത്രമല്ല, കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ കളരിയിലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അയ്യോ, എന്തോ ഇത്? എന്നിട്ട് എന്താ ഒന്നും ചെയ്തില്ല. എന്റെ മാക്കു, ഈ മെസ്സേജ് ചെയ്യുന്നതേ പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ്. ഇതൊരു മാഫിയാണ്. നമ്മളെ ഭീഷണിപ്പെടുത്തി കാശ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം അവരുടെ ഉദ്ദേശം. ഇതുപോലത്തെ ഒരുപാട് കേസുകൾ നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ വിട്ട് കളഞ്ഞാൽ മതി, അത് അതിന്റെ വഴിയെ പൊക്കോളും. അതുകൊണ്ട് മാക്കു പേടിക്കണ്ട. അണ്ണൻ വേണമെങ്കിൽ 2 ചീത്ത അങ്ങോട്ട് അയച്ചു വിട്ടു കൊടുക്കാൻ മതി.